ഹായ്. ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ലിപ് കെയർ കളക്ഷൻസ് ഒക്കെ കാണിച്ചാലോ? ഫസ്റ്റ് വൺ ദേ ഈ കാണുന്ന ബോറോലിനാണ്. അതിൻ്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഞാനത് അത്യാവശ്യം തീർത്ത്. സോ ലിപ്സ് എന്തെങ്കിലും ഭയങ്കര ചാപ്ഡായിട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴോ, അതായത് മിക്ക രാത്രിയിലും ഞാനിത് എൻ്റെ ചുണ്ടിൽ അപ്ലൈ ചെയ്യാറുണ്ട്. കണ്ടില്ലേ, ഇതിനൊരു ക്രീമി കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ്. അത്യാവശ്യം ചുണ്ടിലൊക്കെ ഇട്ടിട്ട് രാത്രി കിടന്നുറങ്ങിയാൽ മതി. രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു മോയ്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ലിപ്സ് നമ്മൾക്ക് കിട്ടും. ആൻഡ് പിഗ്മെൻറ്റിനെ ഇത് എത്രമാത്രം ഹെൽപ്ഫുൾ ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെങ്കിൽ ബാക്കി കാര്യത്തിനൊക്കെ, അതായത് മോയ്സ്ചേർഡ് ആക്കാനൊക്കെ നല്ലതാണ്. സെക്കൻഡ് വൺ ദേ ഈ കാണുന്ന നിവ്യയുടെ സ്ട്രോബെറി ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ബാമാണേ. ഇത് അത്യാവശ്യം ഒരു റെഡ് ടിൻ്റൊക്കെ തരും. ഭയങ്കര ഓവർ ടിൻ്റൊന്നും തരത്തില്ല. ദേ ഈ കാണുന്ന ഒരു ലൈറ്റ് ടിൻ്റൊക്കെ തരും. പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം എനിക്കിങ്ങനെ ഒരു റെഡ് ടിൻ്റൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുവേ. പിന്നെ പകലൊക്കെ എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ ഇടുകയും ചെയ്യും. ഇത് സെബാമെഡിൻ്റെ ഷിയ ബട്ടർ അടങ്ങിയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. കളർലെസ് ആണ്, കണ്ടില്ലേ. പ്രത്യേകിച്ച് കളറൊന്നും തരത്തില്ല, പക്ഷേ ലിപ്സിന് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു ലിപ് ബാമാണേ. പിന്നെ ഇത് വിഷ്കെയറിൻ്റെ ഭയങ്കര ഹൈപ്പായിട്ടുള്ളൊരു ലിപ് ബാമാണ്. പക്ഷെങ്കിൽ ഇതിന് കണ്ടില്ലേ ഒരു പിങ്ക് ടിൻ്റാണ്. ഇത് പിഗ്മെൻറ്റഡ് ലിപ്സിന് അത്രമാത്രം നല്ലതാണെന്ന് അറിയത്തില്ല, പക്ഷേ ഇതിനകത്ത് SPF അടങ്ങിയിട്ടുണ്ട്. ഒരു SPF 50 PA+++ അടങ്ങിയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല മോയ്സ്ചേർഡ് ആയിട്ടൊക്കെ വെക്കും. ഇനി കുറച്ചും കൂടെ ടിൻറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡോട്ട് ആൻഡ് കീയുടെ സ്ട്രോബെറി ക്രഷ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതും SPF 50 PA++ അടങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു സ്ട്രോബെറി ഒരു റെഡ് ടിൻ്റൊക്കെ തരും. റെഡ് ആണോ പിങ്ക് ആണോ, ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ടിൻ്റൊക്കെ തരും. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. അതായത് SPF 50 ഉണ്ട്, പക്ഷേങ്കിൽ ടിൻറ്റും ഉണ്ട്. എന്നാലും കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.